Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊന്നായിട്ടുള്ള Huawei Freebuds 5i. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഏകദേശം ഒരാഴ്ചക്ക് പുറത്തായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാകുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഫ്രീബഡ്സ് 5iന്റെ ഡിസൈൻ ആൻഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ആ ഒരു ഫ്രീബഡ്സ് 5iയുടെ കേസ് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഫ്രീബഡ്സ് 4iയുടെ കേസാണ് ഈ കയ്യിൽ കാണുന്നത്. അപ്പോൾ കേസ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ട് സിമിലർ സൈസാണ്. വലിയ രീതിയിൽ പ്രത്യേകിച്ച് കാഴ്ചയിലോ ഒന്നും വലിയ രീതിയിലുള്ള വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇയർബഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഫ്രീബഡ്സ് 5i വരുന്നതെങ്കിൽ ഇതാണ് ഫ്രീബഡ്സ് 4i. അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വ്യത്യാസം എന്നുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് പ്രൊഡക്റ്റും തമ്മിലുള്ള ആ ഒരു ലെങ്ത് നീളത്തിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. ഈ ഒരു ഫ്രീബഡ്സ് 4iയേക്കാൾ താരതമ്യേന വളരെ ചെറിയൊരു ഇയർബഡ്സ് തന്നെയാണ് ഈ ഒരു ഫ്രീബഡ്സ് 5i വരുന്നത്. അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ആ ഒരു ഇന്നിയർ ഡിസൈൻ തന്നെയാണ് വരുന്നത്. എങ്കിലും ഈ ഒരു ഫ്രീബഡ്സ് 5i എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെവിയിൽ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഷേക്കിങ്ങിലും കാര്യങ്ങളൊന്നും ഇത് നിലത്ത് വീഴാനുള്ള ഒരു സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ 3 കളേഴ്സിലാണ് ഇത് വരുന്നത്. നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു സെറാമിക് വൈറ്റ് കൂടാതെ തന്നെ നെബ്യൂല ബ്ലാക്ക് എന്ന കളറും അതുപോലെ തന്നെ ഐസിൽ ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സിലാണ് വരുന്നത്. ഈ ഒരു രണ്ട് കളേഴ്സ്, അതായത് സെറാമിക് വൈറ്റ് വെച്ചിട്ടുള്ള രണ്ട് കളേഴ്സും മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബോക്സ് ആണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിനുള്ള ഇയർബഡ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും ആ ഒരു ഗ്ലോസി ടൈപ്പിലുള്ള ആ ഒരു കളേഴ്സ് തന്നെയാണ് വരുന്നത്. എനിവേ 5 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് തന്നെയാണ് ഈ ഒരു Huawei Freebuds 5i. ഫ്രീബഡ്സ് 5i എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ Huawei സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ Huawei സ്മാർട്ട് ഫോണിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അത് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല മറ്റ് ഐഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 1-2 സെക്കൻഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ മാനുവലി എല്ലാ ബ്ലൂടൂത്തും കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിൽ ആ ഒരു ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു മോഡൽ നമ്പർ ഫ്രീബഡ്സ് 5i കാണാൻ സാധിക്കും. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീബഡ്സ് 5i വളരെ ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഫ്രീബഡ്സ് 5iയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് രണ്ട് ഡിവൈസിൽ ഈ ഒരു ഫ്രീബഡ്സ് 5i കണക്ട് ചെയ്യാൻ സാധിക്കും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ സപ്പോർട്ടാണ്. അതിൽ തന്നെ 42 ഡെസിബിൾ വരെ നമുക്ക് ഇതിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സൗണ്ട് ഉള്ള ഒരു ഏരിയയിൽ പോയി നമുക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാനോ ഒന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ കോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് ഒക്കെ കേൾക്കുകയാണെങ്കിൽ വെളിയിലുള്ള ശബ്ദം നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ചെയ്യുന്നതല്ല. കാരണം ഇതിൽ 2 മൈക്രോഫോണാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ. ഇതുകൂടാതെ തന്നെ IP54 റേറ്റിംഗോട് കൂടിയിട്ടുള്ള സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഫ്രീബഡ്സ് 5i എന്ന് പറയുന്നത്. 10mm ഡൈനാമിക് ഡ്രൈവറാണ് ഈ ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും അതുപോലെ തന്നെ LDAC ഓഡിയോയും ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ലഭിക്കുന്ന ഓഡിയോസൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയറിലും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിലും നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രീബഡ്സ് 5iയുടെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പെർ ബഡ്സ് വരുന്നത് 55 mAh അതുപോലെ തന്നെ ചാർജിങ് കേസ് വരുന്നത് 410 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് വിത്ത് ANC അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത സമയത്താണെങ്കിൽ നമുക്ക് അപ് ടു 6 hours വരെയും അതേ സ്ഥാനത്ത് ANC ഡിസേബിൾ ചെയ്ത സമയത്താണെങ്കിൽ 7.5 hours വരെ നമുക്കിതിൽ ബാറ്ററി ലൈഫ് ലഭിക്കും. ഇനി നമ്മൾ അതെല്ലാം 3-4 തവണ നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അപ് ടു 18.5 hours ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത സമയത്ത് കമ്പനി പറയുന്നെങ്കിൽ നമ്മൾ അത് ഡിസേബിൾ ചെയ്ത സമയത്താണെങ്കിൽ അപ് ടു 28 hours നമുക്കിതിൽ ബാറ്ററി ലൈഫ് ലഭിക്കും. ഇനി ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഒക്കെ ഒരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഒക്കെ ഒരു വേരിയേഷൻ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്ററി ലൈഫ് നൽകുന്ന ബഡ്സ് തന്നെയാണ് ഈ ഒരു ഫ്രീബഡ്സ് 5i. നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. कितनों की लव स्टोरी
കേസരിയാ തേരാ. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് കിഡിലൻ തന്നെയാണ്. കാരണം ഞാനിത് ചുമ്മാ പറയുന്നല്ല, കാരണം ഇത് ശരിക്കും എൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കിത് കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം അത്രയും സൂപ്പർബായിട്ടുള്ള ബേസാണ്. ശരിക്കും നമ്മൾ ചുറ്റുമുള്ള ഒന്നും കേൾക്കില്ല. അത്രയും നമുക്ക് ആ ഒരു എന്താ പറയുക, ഇത് ചെവിടിൻ്റെ ഉള്ളിൽ വെച്ച് വെക്കുമ്പോൾ ആ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ആ ഒരു ബേസിൻ്റെ ആ ഒരു സുഖമൊക്കെ നമുക്ക് ലഭിക്കും. ശരിക്കും ഒരു മ്യൂസിക് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നുള്ളതെന്ന് തന്നെ പറയാം. ഇതിൽ ഇയർ ഡിറ്റക്ഷൻ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോസ് ആവുകയും തിരിച്ചു വെക്കുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ അത് പ്ലേ ആവുകയും ചെയ്യും. ഇതുകൂടാതെ ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്താണെങ്കിൽ പ്ലേ അല്ലെങ്കിൽ പോസ് ആവുകയും, അതല്ല ഏതെങ്കിലും കോൾ വരുന്ന സമയത്താണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ നമുക്ക് എൻഡ് ചെയ്യാനും സാധിക്കും. ഇനി അതല്ല നമ്മൾ നോർമൽ മോഡിലിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ അതുപോലെ തന്നെ ഡിസേബിൾ അതുകൂടാതെ തന്നെ അവയർനെസ് മോഡ്, ഈ ഒരു 3 ടൈപ്പിൽ നമുക്ക് അത് മോഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല കോൾ വരുന്ന സമയത്താണ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെയുള്ള കാര്യമാണ് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ചെയ്യാനും സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം ഡൗൺ ചെയ്യാനും സാധിക്കും. ഇതുകൂടാതെ തന്നെ ഹുവാവിയുടെ AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടച്ച് കൺട്രോളിൽ അതിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്, അതായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഹുവാവി AI ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഫ്രീബഡ്സ് 5യുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 329 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 7000 രൂപയ്ക്ക് മുകളിലാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എസ്പെഷ്യലി ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൗണ്ട് ക്വാളിറ്റി, അപാര സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീടുള്ള ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഫ്രീബഡ്സ് 4i എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് ഫ്രീബഡ്സ് ആയിരുന്നു GCCയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റിയേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഓവറോൾ എനിക്ക് ഈ ഒരു ഫ്രീബഡ്സ് 5i തന്നിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്, നിങ്ങളൊരു ഹുവാവി യൂസറാണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൽ കേൾക്കാൻ സാധിക്കുന്നത് സൗണ്ടിൻ്റെ കാര്യത്തിൽ. എനിവേ ഈ ഒരു ഐഫോൺ യൂസറാണ് നിങ്ങളെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിത് ഈ ഒരു ഫ്രീബഡ്സ് 5i എൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഈ ഹുവാവി സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഐഫോണുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്ക് ആ ഒരു ബേസിൽ നിന്ന് നമുക്കിതിൽ ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ സാധിച്ചില്ല. അതായത് ഒരു 100% നമുക്ക് ആൻഡ്രോയിഡ് ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് ഐഫോണിലേക്ക് അത് കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു 70-75% എന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ട് ഇത് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അതല്ല ഹുവാവി യൂസർ ആണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കാരണം അത്രയും മികച്ച രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. എനിവേ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.